താങ്ക് യു മിഥുനേട്ടാ. മേഘനെ, നീ ശരിക്കും ഗർഭിണി തന്നെയാണോ? ഇതെന്തൊരു ചോദ്യം മിഥുനേട്ടാ? പിന്നല്ലാതെ എന്താ പറയാ, ഇത്രയേറെ ഫയൽസും പൊക്കിക്കൊണ്ടുവന്നു. ഇപ്പൊ അതേ പേപ്പേഴ്സ് ഒക്കെ പറക്കാൻ വേണ്ടി കുത്തിയിരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് എങ്ങനെ കുനിയാനും നിവരാനും ഒന്നും പറ്റില്ലല്ലോ മേഘനെ. നിനക്കെങ്ങനെ പറ്റുന്നു? ഗർഭിണിയാണെന്ന് പറഞ്ഞത് നീ പോലും മറന്നുപോയെന്ന് തോന്നല്ലോ. ജോലിയുടെ എക്സൈറ്റ്മെന്റിന്റെ ഇടയ്ക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോയി. ജോലിയൊക്കെ ആവശ്യം തന്നെ മേഘനെ, പക്ഷേ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധിക്കണം. ജനിക്കാത്ത കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണല്ലോ ഇപ്പൊ മിഥുന്. ഈ പോക്ക് ശരിയല്ല. ഇനി ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് അല്ല എന്ന് ഇവരെല്ലാവരും കണ്ടുപിടിക്കും. സർ, ഞങ്ങൾ വിളിച്ചിരുന്നോ? മേഘനെ, നിന്റെയാണല്ലോ ഐഡിയ, അപ്പൊ നീ തന്നെ എക്സ്പ്ലെയിൻ. ശരി മിഥുനേട്ടാ. എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഭാരത് ടൗൺഷിപ്പ് എന്ന ഗവൺമെന്റ് പ്രോജക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കമ്പനിക്ക് പേര് കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. സോ ഇതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുന്ന ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ എല്ലാവരും ഈ പ്രൊജക്ടിനു വേണ്ടി നിങ്ങളുടേതായ രീതിയിൽ ഡിസൈൻസ് തയ്യാറാക്കണം. അതിൽ നിന്ന് ദ ബെസ്റ്റ് ഡിസൈൻ നമ്മൾ നമ്മുടെ ക്ലയന്റിന് കാണിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച് മാഡം. ഇതാദ്യമായിട്ടാ ഞങ്ങളെ ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. കാര്യം പിടിയിട്ടല്ലോ. എന്നാ പെട്ടെന്ന് പോയിട്ട് അത് ചെയ്യാൻ നോക്ക്. സമയം കുറവാ, അത് ഓർക്കണം. 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ ജോലി ചെയ്യണം. ഓക്കെ മാഡം. താങ്ക് യു മാഡം. താങ്ക് യു സർ. എന്നാ ശരി മിഥുനേട്ടാ, ഞാൻ പോയിട്ട് എന്റെ ജോലി നോക്കട്ടെ. ആയിക്കോട്ടെ. മേഘനെ അവിടെ ഒന്ന് നിന്നേ. കൊള്ളാലോടി, ഇപ്പൊ നീയാണെന്ന് തോന്നല്ലോ ഈ കമ്പനിയുടെ MD സ്ഥാനത്തിരിക്കുന്നേ. നിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം എല്ലാവരും ജോലി ചെയ്യണമെന്ന് വരുത്തി തീർക്കാനാണോ? എന്താ നിന്റെ ഉദ്ദേശം? മഞ്ജരി, എന്ത് വിഡിത്തായി പറയുന്നേ? ഈ കമ്പനിയുടെ മുതലാളി മിഥുനേട്ടനാവുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അതേ സ്ഥാനം ഉണ്ടാവുമല്ലോ. What nonsense are you talking? നോൺസെൻസ് വിളിച്ചു പറയുന്ന ഞാനല്ല, നീയാണെന്ന് ഓർത്തോ. ഞാൻ ഈ കമ്പനിയിൽ ഒരു എംപ്ലോയി ആയി ജോലി ചെയ്തതുകൊണ്ട് മാത്രം മിഥുനേട്ടന്റെ ഭാര്യ അല്ലാതാവുന്നില്ല. ഭാര്യയ്ക്കും ഈ കമ്പനിയിൽ തുല്യ അവകാശം ഉണ്ടെന്നുള്ളത് നിനക്ക് അറിഞ്ഞൂടെ? കുറച്ചുകൂടിയൊക്കെ പക്വതയോടെ ചിന്തിക്കാൻ ശ്രമിക്കും മഞ്ജരി. What is this, മിഥുൻ? ആ മേഘന് പറയുന്നത് വല്ലതും നീ കേട്ടോ? എന്താ നീ ഒന്നും പറയാതിരുന്നേ? അവളെ വാൺ ചെയ്യാതിരുന്നത് നിനക്ക് അവള് പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നിയത് കൊണ്ടല്ലായിരുന്നോ മിഥുൻ? മഞ്ജരി, മേഘന ഈ കമ്പനിയുടെ മുതലാളിയാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഈ പ്രോജക്റ്റിന്റെ കാര്യം ഒന്ന് തീർക്കാൻ നോക്കാം. നമ്മളെക്കാളൊക്കെ ആത്മാർത്ഥതയോടെ അവൾ ഇവിടെ ജോലി നോക്കുന്നേ. മാത്രമല്ല, നമ്മളെക്കാളൊക്കെ 10 മടങ്ങ് ഈ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും കൂടുതൽ ശ്രദ്ധിക്കണ്ടേ മഞ്ജരി? അരുണിമാമേ, അരുണിമാമേ,
സ്വാമി കയറി വരൂ, വന്നിരിക്കൂ. എന്താ സ്വാമി പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? നീലാകാശം കാറും കോളും കൊണ്ട് മൂടും വരെ ഭൂമിക്ക് യാതൊരു ആപത്തും ഉണ്ടാവില്ലെന്ന് ആശ്വസിക്കാം. പക്ഷേ ആ നീലാകാശത്തെ കറുത്ത മേഘങ്ങൾ ആവരണം ചെയ്യുമ്പോ ഇടിയും മിന്നലും പതുക്കെ മുറുമുറുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഭൂഗോളത്തിൽ അതിന്റെ ഭയാനക ഫലങ്ങളുണ്ടാകും. ആ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആ ഭഗവാന്റെ സഹായം നിശ്ചയമായും വേണം. ഇപ്പോൾ നിങ്ങളുടെ ഈ വീടും ഞാൻ പറഞ്ഞ ഈ ഭൂമിയുടെ അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ പറ്റിയത്? ഇത്രയും നാളും മരുമകളുടെ ജാതക പ്രഭാവം നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ അപകടങ്ങളാണ് സൃഷ്ടിച്ചത്. അതാണ് അവരെ തമ്മിൽ അകറ്റാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കേട്ടില്ല. അതിന്റെ പ്രതിഫലമായി രാഹുവിന് കേതു കൂട്ടെന്ന പോലെ മരുമകളുടെ ജാതകത്തിന്റെ പ്രഭാവത്തിനൊപ്പം അവരുടെ ഗർഭത്തിലെ ശിശുവിന്റെ ജാതകവും കൂട്ടായിരിക്കും. ആ രണ്ട് ജാതകവും രണ്ട് വിഷസർപ്പങ്ങളെ പോലെ മിഥുന്റെ ജീവൻ അപഹരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്ന് വെച്ചാ ഇപ്പൊ മേഘനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകവും മിഥുന് ദോഷാവൂന്നാണോ? അതുറപ്പാണ്. ആ ശിശുവിന്റെ ജനനം വലിയ ആപത്തുണ്ടാക്കും. മിഥുന് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ് അവന്റെ കാലനായി ഭവിക്കുക. സ്വാമി, അതിനെന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ? മിഥുന്റെ ജീവൻ രക്ഷിക്കുന്നതിന് പരിഹാരം ഞാൻ പറഞ്ഞതാണ്. അവർക്കിടയിലുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തെ പോലും അനുവദിക്കരുതായിരുന്നു. അക്കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധ കാണിച്ചു. പക്ഷേ ഇനിയെങ്കിലും ശ്രദ്ധിച്ചേ പറ്റൂ. ഇനിയെങ്കിലും നിങ്ങളുടെ മരുമകളെ കഴിയുന്നത്രയും പെട്ടെന്ന് മിഥുനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കൂ. മറിച്ചാണെങ്കിൽ അവരുടെ ജാതകത്തിനോടൊപ്പം അവരുടെ കുഞ്ഞിന്റെ ജാതകവും ചേർന്നുകൊണ്ട് മിഥുനെ മൃത്യുവിനെ വിഴുങ്ങാൻ ഭാഗത്തിൽ എറിഞ്ഞുകൊടുക്കും. അടിപൊളി. കിളവൻ സ്വാമിജിയായിട്ട് അഭിനയിച്ച് തകർക്കുകയാണല്ലോ. കൊടുത്ത കാശ് എന്തായാലും മുതലാക്കാൻ പറ്റി. എന്താ ചേച്ചി ഞാൻ കേട്ടത്? ഇപ്പൊ മേഘനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു കാരണം മിഥുന് അപകടം ഉണ്ടാവുമെന്നോ? ആ സ്വാമിജിയുടെ വാക്കുകളിൽ എന്തൊക്കെയോ ദുസൂചനകളുണ്ട്. എനിക്ക് പേടിയാവുന്നു. മേഘനയെ പറ്റി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാ. ഇപ്പൊ അവളുടെ കുഞ്ഞിനും ദോഷമുണ്ടെന്ന് അറിഞ്ഞപ്പോ അയാളുടെ വാക്കുകൾ ബലിക്കും തന്നെ എനിക്ക് തോന്നുന്നത്. ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു പറ്റൂ ചേച്ചി? ശരിയാണ് പ്രിയമതൻ. അവരുടെ വിവാഹമോചനം നടന്നിരുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ കൂട്ടിനായിട്ട് കുഞ്ഞുണ്ട്. എന്റെ മകന്റെ ജീവൻ കാലന്റെ കൈകളിലേക്ക് എത്തിക്കാൻ ഞാനിപ്പൊ എന്ത് തീരുമാനം എടുക്കുക? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യം മഞ്ജരി അറിയിക്കണം. ഹലോ ഹലോ മഞ്ജരി, പറയാ ആന്റി. നമ്മള് പ്ലാൻ ചെയ്തതുപോലെ ആ ഫ്രോഡ് സ്വാമി വീട്ടിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. മേഘനയുടെ ജാതക ദോഷത്തിനൊപ്പം അവളുടെ കുഞ്ഞിന്റെ ജാതകവും മിഥുന അപകടം സൃഷ്ടിക്കുമെന്നും ആ അപകടങ്ങളുടെ ശക്തി ഇരട്ടിക്കുന്നൊക്കെ ഞാൻ അയാളെ കൊണ്ട് പറയിച്ചു കേട്ടോ. നമ്മുടെ ഫ്രോഡ് സ്വാമിയുടെ പെർഫോമൻസിന് മുമ്പിൽ അരുണിമേച്ചിയുടെ കട്ടി മടം മടങ്ങിയെന്ന് പറഞ്ഞാ മതി. ഇപ്പോ മേഘനയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ അവരെ തമ്മിൽ അകറ്റണമെന്ന് കൂലം കഷമായിട്ട് ആലോചിക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആന്റി,
ഫ്രോഡ് സ്വാമി നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമുക്കിങ്ങനെ ഓരോ പണി കൊടുക്കാൻ പറ്റും. മേഘന ആ വീടിന്റെ പടി കടന്നു പോകും വരെ ഈ ഫ്രോഡ് സ്വാമിയെ നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ആ പറഞ്ഞത് ശരിയാണ് മഞ്ജരി. അരുണിമേച്ചിയോട് നീയോ ഞാനോ എന്ത് പറഞ്ഞാൽ അത് അവരുടെ ചെവിയിലോട്ട് കയറുന്നില്ല. അവസാനം കാര്യം വരുമ്പോ അവര് നമ്മളെ അവഗണിക്കാറാണ് പതിവ്. ഈ ഫ്രോഡ് കിളവൻ കാഷായ വസ്ത്രവും ധരിച്ച് കഴുത്തെ രുദ്രാക്ഷവും ഇട്ടോണ്ട് 3-4 കടിച്ച പൊട്ടാത്ത സംസ്കൃത വാക്കുകളും പറഞ്ഞ അരുണിമേച്ചി അവിടെ കാമന്നടിച്ച് വീഴുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ അയാള് പറഞ്ഞതെല്ലാം അരുണിമാനെ വിശ്വസിച്ചു അല്ലേ? 100% അല്ല മോളെ, 1000% വിശ്വസിച്ചിട്ടുണ്ട്. എങ്കിലിനി കളി കാണാം. കഥയാകെ തകിടമറിയാൻ പോവോ? ആ മറച്ചിലിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഓഫീസിൽ മിഥുന്റെ പ്രവർത്തികൾ മലക്കം മറിയാതെ നോക്കിക്കൊണ്ടാ മതി. അതെന്താ പ്രിയമതാന്റി അങ്ങനെ പറഞ്ഞത്? ഭാര്യ ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യയോട് ഒരു സ്നേഹമൊക്കെ തോന്നും. പിന്നെ കരുതലോട് കരുതലായിരിക്കും. മേഘനയോട് അവന് വലിയ പ്രതിപത്തിയൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ അവളുടെ വയറ്റി വളരുന്ന അവന്റെ കുഞ്ഞിനോട് അവനൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടാവും. കുഞ്ഞിന് വേണ്ടിയെങ്കിലും മേഘനയെ അവൻ കൈവെള്ളെ കൊണ്ടു നടക്കും. അങ്ങനെ തുടങ്ങിയ പയ്യെ പയ്യെ മേഘനയുടെ കാര്യത്തിലും അവൻ ആ സ്നേഹവും കരുതലും തോന്നി തുടങ്ങും. അതുണ്ടാവാതെ നിനക്ക് മാത്രമേ നോക്കാൻ പറ്റൂ മോളെ. അവർക്കിടയിൽ വൻ മതിൽ കെട്ടായി നീ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. കുഞ്ഞിന്റെ പേരിലാണെങ്കിലും അവര് തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാവരുത്. അതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കേണ്ടത് നീ തന്നെയാ. മനസ്സിലാവുന്നുണ്ട് ആന്റി, ഞാനത് നോക്കിക്കോളാം. ഓക്കെ മഞ്ജരി. കാലത്ത് തൊട്ടൊന്നും കഴിക്കാത്തത് കൊണ്ടാണോ എന്തോ വല്ലാത്തൊരു മയക്കം പോലെ. എന്തിനാ ഇത്? ജ്യൂസ്. നിന്നെ കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. കാലത്ത് വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു മിഥുനേട്ടാ. ശരി, ആദ്യം ഈ ജ്യൂസ് കുടിക്കുക. പിന്നെ മേഘനെ, സമയാസമയത്ത് എന്തെങ്കിലും കഴിക്കാൻ നോക്കണം. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതിലൊരു നെഗ്ലിജൻസും പാടില്ല. ജോലി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ഫുഡ് കഴിക്കാതിരുന്ന അത് നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല. വാട്ട് ഈസ് ദിസ് മിഥുൻ? മേഘന കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ഇങ്ങനെ അവളെ ഉപദേശിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ. കുഞ്ഞിന്റെ പേരും പറഞ്ഞ് നീ കുറച്ച് ഓവർ ആവുന്നുണ്ടല്ലോ. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് മഞ്ജരി? മേഘന 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചോളൊന്നും അല്ലല്ലോ. തന്നെ ഓരോന്നും കണ്ടു അറിഞ്ഞും ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൽ 10 വട്ടം എക്സ്പീരിയൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ചുറ്റുമുള്ള ലോകത്ത് കണ്ണോടിച്ചൊന്ന് നോക്കിയാൽ മാത്രം മതി. ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് കരുതിയിട്ടാ മിഥുനേട്ടൻ എന്നോട് ഇത്രയും കെയർ കാണിക്കുന്നത്. ഏട്ടനോട് സത്യം പറയാൻ പറ്റാതെ എന്റെ മനസ്സ് കിടന്ന് പെടയാണല്ലോ. ഞാൻ ഇത്രയും വലിയ സീൻ ഉണ്ടാക്കിയിട്ടും മേഘനയ്ക്ക് എന്താ ഒരു കുലുക്കും ഇല്ലാത്ത? പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ഇവളെ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. മേഘനെ, നീ ആ ജ്യൂസ് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ മഞ്ജരി, ലെറ്റ്സ് ഗോ. വാട്ട് ഹാപ്പൻ മഞ്ജരി? ഒരു
ഒരു മിനിറ്റ് നിൽക്കും മിഥുൻ. മേഘനെ, ഒരാളെ ഗർഭിണിയായ മനം മറിക്കുകയും ഛർദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിനക്കങ്ങനെ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലല്ലോ. നിന്നോടാ ചോദിച്ചേ, നീ എന്താ ഒരിക്കൽ പോലും വോമിറ്റ് ചെയ്യാത്തതെന്ന്. നീ ഒരു ഡോക്ടറോ? പ്രഗ്നൻസിയുടെ സകല കാര്യങ്ങളും അരച്ചി കലക്കി കുടിച്ചതുപോലെയാണല്ലോ നീ ഓരോന്ന് കിഴിച്ച് കിഴിച്ച് ചോദിക്കുന്നത്. നോൺസെൻസ്. എന്തൊരു വിവരക്കേടാ ഇത്. വിവരക്കേട് നീയാ കാണിക്കുന്നെ. ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ലക്ഷണങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലർക്ക് പ്രഗ്നൻസി തുടങ്ങുമ്പോ തൊട്ടേ വോമിറ്റിംഗ് ഉണ്ടാവും, മറ്റു ചിലർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടേ ഉണ്ടാവും. എന്നാൽ ഇതും വിവരിച്ചുകൊണ്ടിരിക്കാൻ തൽക്കാലം എനിക്ക് സമയമല്ല. എന്റെ ജോലിയിൽ ബുദ്ധിമുട്ടിക്കാതെ നീയും ചെന്ന് നിന്റെ പണി നോക്ക്. എക്സ്ക്യൂസ് മീ മാഡം, മാഡം ചോദിച്ച പോലെ ഞങ്ങൾ ഓരോരുത്തർ ഓരോന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാഡം ഒന്ന് നോക്കിക്ക്. എങ്ങനെയുണ്ട് മാഡം? എല്ലാം കൊള്ളാം. ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മിഥുനേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയാം. ആയിക്കോട്ടെ മാഡം. സ്റ്റാഫ്സിന് എല്ലാവർക്കും പെട്ടെന്ന് മേഘനയുടെ അടുത്തേക്ക് എന്തോ ഒരു പ്രത്യേക ചായ്വ്. മാഡം മാഡം പറഞ്ഞ് വാലേ തൂങ്ങി നടക്കുകയാണല്ലോ എല്ലാവരും. ഇതിങ്ങനെ വിട്ടാലേ പിന്നെ എനിക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടാവൂല. നീ ഇതാ, നീ കുടിക്കാൻ നോക്കി. രാഹുവിന് പെയ്തു കൂട്ടെന്ന പോലെ മരുമകളുടെ ജാതകത്തിന്റെ പ്രഭാവത്തിനൊപ്പം അവരുടെ ഗർഭത്തിലെ ശിശുവിന്റെ ജാതകവും കൂട്ടായിരിക്കുന്നു. ആ രണ്ട് ജാതകവും രണ്ട് വിഷസർപ്പങ്ങളെ പോലെ മിഥുന്റെ ജീവൻ അപഹരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്തുപറ്റിയായിരുന്നുമേ? അരുണിമേ, നീ ഇവിടെങ്ങും അല്ലാന്ന് തോന്നുന്നു. എന്താ ജയദേവ? അരുണിമേ, എന്താ നിനക്കൊരു വല്ലായിക? ഞാനും അത് ചോദിക്കായിരുന്നു, എന്താന്ന് പറയുന്നില്ല. നീ ഒന്നിങ്ങോട്ട് നോക്കിയേ. ഇത്രയും കാലത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്റെ ഓരോ നോട്ടത്തിന്റെയും അർത്ഥം സങ്കടം കൊണ്ടുള്ളതാണോ സന്തോഷം കൊണ്ടുള്ളതാണോ എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിന്റെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ വെറും മൗനത്തിൻ്റെതാണോ മനസ്സിന്റെ വേവലാതിയുടേതാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ലെന്നുണ്ടോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ലല്ല, നിന്നെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം മനസ്സിലുണ്ട്. അയ്യോ ഇല്ല ജയേട്ടാ. ചുമ്മാ നോണ പറയല്ലേ. നീ ആൾ ഉഷാറല്ല, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തുപറ്റി? മോമെന്താ വല്ലാണ്ടിരിക്കുന്നേ? ഞാനും അതെന്താണെന്ന് ചോദിക്കായിരുന്നു മിഥുൻ. എന്നോട് അവളൊന്നും പറയുന്നില്ല. എന്നാ പിന്നെ നീ തന്നെ ചോദിക്കേ. മോം, വാട്ട് ഹാപ്പൻ? എന്താ സംഭവം? എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? മോം പറയേ. ഒന്നും പറയാതിരുന്ന മോമിന്റെ മനസ്സിലുള്ളത് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? മിഥുൻ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അതിരിക്കട്ടെ, ആ പ്ലൂട്ടോ പ്രൊജക്ട് എവിടം വരെയായി? അതിനെക്കുറിച്ച് പറയാൻ വരുമായിരുന്നു മോം. എല്ലാം ഏകദേശം റെഡിയായി. വി ആർ ഓൺ ദ ട്രാക്ക്. നാളത്തെ പ്രസന്റേഷന് വേണ്ടി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. മേഘനെ, നീ പ്രിപ്പയർഡ് ആണല്ലോ അല്ലേ? എന്നാ നീ തന്നെ വേഗം എക്സ്പ്ലെയിൻ ചെയ്യ്.
അതിന് നീ എന്തിനാ പേടിക്കുന്നേ? ക്ലയൻസിന്റെ മുമ്പിൽ പൊളിച്ചെടുക്കുന്ന ആളല്ലേ ഇത്. എന്നിട്ടിപ്പോ മോമിന്റെ മുമ്പിൽ നീ എന്തിനാ പേടിക്കുന്നേ? കമോൺ, യു ക്യാൻ ഡു ഇറ്റ്. നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ പുതിയൊരു അധ്യായമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. പുതിയൊരു സംരംഭത്തിനുള്ള ഹരിശ്രീ കുറിക്കാൻ പോവാണ്. മംഗലാപുരം നഗരസഭയ്ക്ക് തന്നെ മകുടമായി മാറാൻ പോകുന്ന ഭാരത് ടൗൺഷിപ്പ് കെട്ടിടം നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ കൈകളിലൂടെ അതിമനോഹരമായി രൂപം പ്രാപിക്കാൻ പോവാണ്. കൺസ്ട്രക്ഷന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് ചോദിച്ചാ അമ്മ അത് ഈ വിഷ്വൽസിലൂടെയാണ് റൺ ചെയ്യുക. കോംപ്രമൈസ് ഇല്ലാത്ത ക്വാളിറ്റി, സേഫ് ആൻഡ് സെക്യൂരിറ്റി ഗ്യാരണ്ടി. മനോഹരമായ രൂപകൽപ്പനയോടുകൂടി അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 75% വിശാലമായ ഗ്രൗണ്ടിനൊപ്പം പാർക്ക്, ജിം, സ്വിമ്മിംഗ് പൂൾ, യോഗ സെന്റർ, ഇങ്ങനെ എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടി അത്യാധുനികമായൊരു കെട്ടിടമാണ് ഉയർന്നു പൊങ്ങുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കാതെ കസ്റ്റമേഴ്സിനൊരു ടൗൺഷിപ്പ് ഹൗസ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമം. സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തെ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ സാക്ഷാത്കരിച്ചു തരുന്നതാണ്. വാവ്, പൊളിച്ചു കളഞ്ഞല്ലോ ചേച്ചി. ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ആർക്കെങ്കിലും റിജക്ട് ചെയ്യാൻ പറ്റുമോ? കണ്ണടച്ച് അപ്രൂവ് ചെയ്ത് പ്രോജക്റ്റ് നമ്മുടെ കൈകളിൽ വെച്ച് തരും. ഇനി ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹലോ, ആ പ്രോജക്റ്റ് നിന്റെ ചേച്ചിയുടെ മാത്രമല്ല, ഞാനും അതിന്റെ ഭാഗമാ. അതിൽ എന്റെയും കൂടി എഫേർട്ട് ഉണ്ട്. മഞ്ജരി, ഇത്രയും പ്രായമായിട്ടും എപ്പ എങ്ങനെ പ്രതികരിക്കണമെന്നോ എവിടെ എങ്ങനെ സംസാരിക്കണമെന്നോ നിനക്കൊരു വിവരമില്ലല്ലോ കുട്ടി. നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ അല്ല പറയേണ്ടത്. നമ്മുടെ മിടുക്കിനെ മറ്റുള്ളവർ അനുമോദിക്കുന്നതാണ് അതിന്റെ ശരി. മോം, ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ റേഞ്ച് തന്നെ മാറും. മംഗലാപുരം കച്ചവട സാമ്രാജ്യം ഒറ്റയടിക്ക് നമ്മളിലേക്ക് തിരിയും. എനിക്കറിയാം മോനെ, കമ്പനിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഓരോ നിമിഷവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ഓരോ ചുവടും ബുദ്ധിയോടെ മുമ്പോട്ട് വെച്ച് മുന്നേറുന്നവനാ നീ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച് മോം. എനിക്ക് അഭിമാനം തോന്നുന്നു മോനെ. എന്നാലും നാളെ ജയിച്ചിട്ടേ വരാവൂ. മോളെ മേഘനെ, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. ചെന്ന് ഫ്രഷ് ആയിട്ട് വാ മോളെ. വാ ചേച്ചി. എന്ത് പറ്റി മഞ്ജരി? മേഘനയുടെ കളി കണ്ടില്ലേ ആന്റി? അവൾ ആരാണെന്ന് അവളുടെ വിചാരം? എന്തൊരു ഓവർ ആക്ഷൻ അവൾക്ക്. എല്ലാം അവളാ ചെയ്യുന്നെന്നുള്ള തരത്തിലാ ബിൽഡപ്പ് കൊടുക്കുന്നേ. അവളുടെ തലേ കൂടിയാ ഇപ്പോ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നേന്ന് തോന്നും. അത്തരത്തിലല്ലേ അവളുടെ ബിഹേവിയർ. ആന്റി, അവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കടിഞ്ഞാണിട്ടേ പറ്റൂ. കടിഞ്ഞാണിടുക മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പ്ലാൻ ഞാൻ ഇട്ടിട്ടുണ്ട്.